ഇനി ഒരു അസാധ്യ കുച്ചിപ്പുടി ഉണ്ടല്ലോ, ഒരു സുന്ദരി കുട്ടിയെ കൊണ്ട് വിളിക്കാം. തീർത്ഥ ആർ മേനോൻ, സ്വാഗതം. എന്താ നടത്തത്തിൽ പോലും ഒരു ഡാൻസ്. ഏത് സ്കൂളിൽ നിന്നാ വരുന്നേ? ഞാൻ ബദനി സെന്റ് ജോൺസ് കുന്നംകുളം. തൃശ്ശൂർകാരിയാണ്. അതാണോ ഇത്ര സൗന്ദര്യം? അല്ലല്ല, നല്ല കണ്ണാണ് കേട്ടോ. താങ്ക് യു. ഈ തലയിൽ കനകാംബരം ഉണ്ടല്ലോ. അതെ, കുച്ചിപ്പുടിയുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ളതാണ് കനകാംബരം വരുന്നത്. അപ്പോൾ അതാണ്. എത്ര നാളായിട്ട് ഡാൻസ് പഠിക്കുക? ഞാൻ കുഞ്ഞിലേ പഠിക്കുന്നുണ്ട്. അപ്പം കുറേ നാളായിട്ട് കാത്തിരുന്ന പ്ലാറ്റ്ഫോം ആണോ ഇത്, അതോ ഇതിനു മുമ്പും സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ മത്സരിച്ച എല്ലാ വർഷവും എനിക്ക് സ്റ്റേറ്റിലേക്ക് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ട്. ആഹാ, മിടുക്കിയാണ് കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ ബോർ അടിപ്പിക്കണ്ട, ഡാൻസ് കണ്ടാലോ? യെസ്. എന്താ മെയ്വഴക്കം, ഇത്ര അസാധ്യമായ കളിക്കുന്നത്. ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുക. മൊത്തത്തിലുള്ള ആ ഒരു ഔട്ട്ലുക്കും ആ കൈകൾ പോണതും ഒക്കെ കളിക്കാൻ തോന്നുന്നു ഇതുപോലെ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്താവാൻ ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. നർത്തകിയാണ്, നർത്തകിയായി കഴിഞ്ഞു. അങ്ങനെയില്ല, പെർഫോം ചെയ്യണം ഏത് കാലത്തായാലും. എന്നാലും വേറെ എന്തോ നോക്കും. എത്രാം ക്ലാസ്സിലാണ് ഈ സുന്ദരക്കുട്ടി പഠിക്കുന്നേ? ഞാൻ 12th. അപ്പോൾ ലാസ്റ്റ് ആണ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാനത്തെ സ്റ്റേജിലാണ്. അവസാനമായിട്ട് എൻ്റെ ജില്ലയിൽ തന്നെ കളിക്കാൻ പറ്റി. ഓ, മൊത്തത്തിൽ ഭാഗ്യമാണ്. റിസൾട്ട് വന്നായിരുന്നോ? നടന്നുകൊണ്ടിരിക്കുക മത്സരം. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മിടുക്കിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, താങ്ക് യു തീർത്ഥ. തീർത്ഥയ്ക്കും ഒരു സമ്മാനമുണ്ട്. യെസ്, ഒരു സ്നേഹോപഹാരം ഇപ്പം എടുത്തിട്ട് വരാം. വെയിലത്തൊക്കെ ഓടി നടന്നതല്ലേ, ചുമയും പനിയങ്ങനെ ഉണ്ടോ? ഇല്ല, ചുമ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർപ്പൂരകതാവകം കഫ നിവാരണി ഒരു സമ്മാനം തരുന്നുണ്ട്. യെസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ കുച്ചിപ്പുടിക്കാരിയോട് പിടിച്ച് നിൽക്കാൻ ഒരാളെ വേണം. ആരാ? ഒരു കേരള അസാധ്യമായി അവതരിപ്പിക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്. അശ്വിൻ കൃഷ്ണ. യെസ് പ്ലീസ്. നമസ്കാരം. എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരം തലസ്ഥാനത്ത് നിന്നാണ്. എത്ര വർഷമായിട്ട് ഡാൻസ് കളിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു? ഞാൻ 14 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നു.
എന്താ ഇപ്പോൾ പറയും, ഇവിടെ വരുന്നവരെല്ലാം 14 ജനിച്ചപ്പോൾ മുതൽ ഡാൻസ് പഠിക്കുന്നവരാണ് ഇവിടെ വന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഒരു സ്റ്റേജിൽ വരാൻ പറ്റിയത്. കഴിഞ്ഞ വർഷം വന്നിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്തായിരുന്നല്ലോ. അതെ, നമ്മളെ തിരുവനന്തപുരംകാരനാണ്. അതെ, തൃശ്ശൂർ വന്നിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? തൃശ്ശൂർ കൊള്ളാം. അതെ, ആദ്യമായിട്ടാണ് പൂരം കിടന്ന സ്ഥലം ആദ്യമായിട്ടാണ് കാണാൻ പറ്റിയത്. ഇപ്പോഴാണ് അറിയുന്നത് എവിടെയാണ് പൂരം നടക്കുന്നത്. ഇത്ര വലിയൊരു സ്ഥലം, നല്ല സ്റ്റേജ് എല്ലാം ഇഷ്ടപ്പെട്ടു. തിരുവനന്തപുരം ആണോ അതോ തൃശ്ശൂരാണോ ഇഷ്ടം? അതും നമ്മുടെ തിരുവനന്തപുരമാണ് എപ്പോഴും വലുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നൃത്തം കണ്ടല്ലോ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. അപ്പം അവസാന സ്റ്റേജാണ്. ഗംഭീരമാക്കി റിസൾട്ട് വന്നായിരുന്നോ? റിസൾട്ട് വന്നായിരുന്നു, A ഗ്രേഡ് ഉണ്ട്. എന്താ അപ്പോൾ ഇരട്ടി മധുരമാണ്. അപ്പോൾ ആ ആവേശത്തോടെ നമ്മുടെ ഡാൻസ് അങ്ങോട്ട് തുടങ്ങാം. ബദ്ധക്രോധേന കന്നിത്തടിയനറിയ ദുഷ്ടാസുരൻ മൂകവീരൻ അത്യുച്ചം നാദമോട് വലയും അരുളി ചെയ്താശു ചാടുന്ന നേരം മൃത്യോർമൃത്യോക്ഷരം കൊണ്ടലറിയുടെ നടുത്താശു പാർത്ഥന്റെ നേരെ കിടിയെ കൂടെ വന്നെയ്തിടാമോട പാടവം ഏറുമെങ്കിൽ പേടികൂടാതെന്നോട് ചടുതി ചാടുവ തുടരുകയല്ലേ കടുത വല്ലടവും ഓടിയൊളിക്ക കിടിയെ കൂടെ വന്നെയ്തിടാമോട കേട്ടിട്ടുള്ള കാട്ടാളൻ ഞാൻ സ്പഷ്ടമേ നിങ്ങളുടെ ചട്ടവട്ടങ്ങളെ വരും കൂട്ടമേ നിങ്ങൾ പുലയാട്ടുള്ളവരല്ലോ. എൻ്റെ അശ്വിനേ, എന്താ അമേസിങ് പെർഫോമൻസ്. ഇങ്ങനെ കണ്ണുകളുണ്ട് നൃത്തം ചെയ്യുന്നേ. ഞാൻ ഇങ്ങനെ കണ്ണുകളുടെ എക്സ്പ്രഷൻ മാത്രം നോക്കിയിരിക്കുമായിരുന്നു. കേരള നടനം, കഥകളി, പുരികം, കണ്ണ്, അതിൽ കൂടുതൽ ഫേസിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇഷ്ടമായി കേട്ടോ, പെരുത്ത് ഇഷ്ടമായി. നമുക്ക് ഈ മിടുക്കനൊരു സമ്മാനം കൊടുക്കണ്ടേ? വേറെന്തോ ചോദിക്കാൻ വന്നു. ഇനി +2 കഴിഞ്ഞ് അടുത്ത തുടർ പഠനമൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? +2 ഏത് സ്ട്രീമാ? ബയോമാക്സ്. ഹ്യൂമാനിറ്റീസ്? ബയോമാക്സ്. മാത്സ് എളുപ്പമാണോ? കുഴപ്പമില്ല. ഇന്റഗ്രേഷൻ ഡെറിവേഷനൊക്കെ എങ്ങനെയുണ്ട്? മറ്റേ കൊടക്കമ്പി തലവേദന എടുക്കും. പക്ഷെ ഡാൻസ് കളിച്ചതൊക്കെ മാറുമല്ലേ? അപ്പോൾ ഈ സ്ട്രെസ് വരുമ്പോൾ എന്താ ചെയ്യും? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടോ? 2 വരി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? നമുക്ക് സമ്മാനം കൊടുക്കാം. യെസ് പ്ലീസ്, നമുക്ക് ഈ കലാകാരന്, നമ്മുടെ ഈ അനിയൻ കുട്ടനോട് അടിപൊളി സമ്മാനം കൊടുക്കാം. സൗണ്ട് ഓക്കെ ആയെങ്കിൽ 2 വരി പാടിയാലോ? യെസ്. ഞാൻ കൊറോണ വരെ പാട്ട് പഠിച്ചിരുന്നു. കൊറോണ കഴിഞ്ഞ പിന്നെ പാട്ട് ലിറിക്സ് അറിയത്തില്ല. பூவே செம்பூவே உன் வாசல் வரும் வாசம் என் பாசம்
பூங்காவனும் தாய் பேசிடும் புல்லாங்குழல் நீதானடி പൂവിൻ മണം പൂവേ ചെമ്പൂവേ. സാധ്യം നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എന്തായാലും സമ്മാനം കൊടുക്കണം. അഞ്ജന വാ. യെസ്, കർപ്പൂരക ദ്രാവകത്തിന്റെ കഫ നിവാരണി. നല്ല സൗണ്ടൊക്കെ വരട്ടെ, ഇതങ്ങോട്ട് കുടിക്കുന്നേ. ശരി, താങ്ക് യു സോ മച്ച് അശ്വിൻ.